ഷിരൂരിൽ തെരച്ചിൽ ദൗത്യം പുനരാരംഭിക്കണമെന്നാവശ്യപ്പെട്ട് അർജുന്റെ ബന്ധുക്കൾ നാളെ കർണാടക സർക്കാരിനെ നേരിട്ട് സമീപിക്കും. മുഖ്യമന്ത്രി സിദ്ധരാമയ്യയെയും ഉപമുഖ്യമന്ത്രി DK ശിവകുമാറിനെയും കുടുംബാംഗം ജിതിൻ കാണും. കോഴിക്കോട് MP MK രാഘവൻ, മംഗളൂരു MLA AK അഷ്റഫ്, കാർവാർ MLA സതീഷ് സീൽ എന്നിവർക്കൊപ്പമാണ് ജിതിൻ ഇവരെ കാണുക. പുഴയിൽ അടിയൊഴുക്ക് കൂടിയതിനാൽ ഈ മാസം 16-നാണ് തെരച്ചിൽ നിർത്തിയത്. AP നദീറ ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. AP നദീറ, ജിതിൻ സർക്കാരിനെ കാണാൻ പോവുകയാണ്. DK ശിവകുമാറിനെയും സിദ്ധരാമയ്യയെയും കാണും. ജിതിൻ്റെ ആവശ്യം എന്താണ്? തെരച്ചിൽ പുനരാരംഭിക്കണം എന്നു തന്നെയല്ലേ? അതും പുഴയിലെ ഒഴുക്ക് കൂടിയ സാഹചര്യത്തിലാണ് തെരച്ചിൽ നിർത്തിവെച്ചത് എന്നതാണ് സർക്കാരിൻ്റെ ഭാഷ്യം. എന്തായിരിക്കും ജിതിൻ ആവശ്യപ്പെടുക? നദീറ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് അരുൺ. കഴിഞ്ഞ ഓഗസ്റ്റ് 16-നായിരുന്നു, നമുക്കറിയാം, എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, ഈ തിരച്ചിൽ ഗംഗാവലി പുഴയിൽ നിർത്തിവെച്ചത്. അതിന് കർണാടക സർക്കാർ കാരണമായി പറഞ്ഞത് ജില്ലാ ഭരണകൂടം നൽകിയ റിപ്പോർട്ടാണ്. അതായത് തിരച്ചിലുമായി മുന്നോട്ട് പോകാൻ സാധിക്കാത്ത സാഹചര്യമാണുള്ളത്. കാരണം പുഴയിൽ അടിയൊഴുക്ക് കൂടിയിരിക്കുന്നു, പുഴ തെളിഞ്ഞു വരുന്നില്ല, അടിത്തട്ടിൽ എന്താണെന്നുള്ളത് കാണാൻ സാധിക്കാത്ത അവസ്ഥയാണ്. അതുകൊണ്ട് തിരച്ചിൽ നിർത്തിവെക്കുന്നു എന്നാണ് ഓഗസ്റ്റ് 16-ന് സർക്കാർ പ്രഖ്യാപിച്ചത്. ഇക്കാര്യം കൃത്യമായി കർണാടക ഹൈക്കോടതിയെ സർക്കാർ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ അനന്തമായി നീളുകയാണ്. എന്നായിരിക്കും ഈ ഒരു തിരച്ചിൽ പുനരാരംഭിക്കാനാകുക എന്ന കാര്യത്തിൽ അനിശ്ചിതത്വം നീളുന്നു. ഈ പശ്ചാത്തലത്തിലാണ് അർജുന്റെ കുടുംബം, ബന്ധു കൂടിയായ ജിതിൻ, അവിടെ നിന്നുള്ള ജനപ്രതിനിധികളോടൊപ്പം കർണാടക സർക്കാരിനെ സമീപിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യയുമായും DK ശിവകുമാറുമായും ഒറ്റയ്ക്കൊറ്റയ്ക്ക് കൂടിക്കാഴ്ച നടത്താനാണ് സമയം തേടിയിരിക്കുന്നത്. നാളെ വൈകിട്ട് സമയം ലഭിക്കുമെന്നാണ് ഇപ്പോൾ ജിതിനോട് സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത്. കർണാടക മുഖ്യമന്ത്രിയുടെ ഓഫീസോ DK ശിവകുമാറിന്റെ ഓഫീസോ ഇക്കാര്യം സ്ഥിരീകരിച്ചിട്ടില്ല. സമയം നൽകുമെന്ന് പറഞ്ഞിട്ടുണ്ട്, പക്ഷേ കൃത്യമായ സമയം ഏതാണെന്ന് സംബന്ധിച്ച് അറിയില്ല. എന്തായാലും വൈകുന്നേരത്തോടെ അവർക്ക് കാണാനാകും. ജിതിൻ വരുന്നത് MK രാഘവൻ MP-യുടെ കൂടെയും അതുപോലെ തന്നെ കാർവാർ MLA സതീഷ് സൈലിന്റെയും മംഗളൂരു MLA AK അഷ്റഫിന്റെയും കൂടെയാണ്. എന്തായാലും അതുകൊണ്ട് തന്നെ കർണാടകയിൽ ഇവർക്ക് മറ്റു തടസ്സങ്ങളൊന്നും ഉണ്ടാവില്ല. സർക്കാരിനെ കാണുന്നതിന് അവർക്ക് നേരിട്ട് തന്നെ സിദ്ധരാമയ്യയോടും DK ശിവകുമാറിനോടും സംസാരിക്കാനാകും. ഇവർ ആവശ്യപ്പെടാൻ പോകുന്നത് പ്രധാനമായും ഡ്രഡ്ജർ ഉപയോഗിച്ചുള്ള തിരച്ചിൽ എത്രയും പെട്ടെന്ന് ആരംഭിക്കണമെന്നാണ്. കാരണം ഡ്രഡ്ജർ ഗോവയിൽ നിന്ന് എത്തിക്കണം. ഇതിനായി 96 ലക്ഷത്തോളം രൂപ ചിലവ് വരുമെന്ന് ജില്ലാ ഭരണകൂടം, ഉത്തര കന്നഡ ജില്ലാ ഭരണകൂടം കർണാടക സർക്കാരിനെ അറിയിച്ചിരുന്നു. കർണാടക സർക്കാർ ഇത് കോടതിയെയും അറിയിച്ചിട്ടുണ്ട്. എന്തായാലും ഇത്രയും രൂപ ചെലവാക്കിക്കൊണ്ട് ഉള്ള ഒരു തിരച്ചിലിന് കർണാടക സർക്കാർ തയ്യാറാവുമോ എന്നറിയില്ല. പക്ഷേ അതിന് തയ്യാറാവണം. എങ്ങനെയെങ്കിലും അർജുനെയും ലോറിയെയും കണ്ടെത്തണം. ശരി, MP നദീറ, ജിതിൻ നാളെ കാണട്ടെ. ജിതിന്റെ ആവശ്യം ഡ്രഡ്ജർ കൊണ്ടുവരണം എന്നുള്ളതാണ്. കാലാവസ്ഥ പ്രതികൂലമായതുകൊണ്ടാണ് തെരച്ചിൽ താൽക്കാലികമായി നിർത്തിവെച്ചത്.